പത്തനംതിട്ട മല്ലപ്പള്ളി കോമളം കടവിൽ കുളിക്കാനിറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണാതായി. ബീഹാർ സ്വദേശി നരേഷിനെയാണ് കാണാതായത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിന് കോമളം പാലത്തിന് സമീപത്ത് 3 സുഹൃത്തുക്കൾ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് കുളിക്കാനിറങ്ങിയത്. ബീഹാർ സ്വദേശികളാണ് 3 പേരും. കല്ലുപ്പാറയിലെ ഇഷ്ടിക കമ്പനിയിലെ തൊഴിലാളികളാണ് ഈ 3 പേരും. ഈ 3 പേരും ആറ്റിൽ നീന്തി കുളിക്കുന്നതിനിടയിൽ നരേഷ് എന്ന 25 വയസ്സുള്ള ബീഹാർ സ്വദേശി ഒഴുക്കിൽ പെടുകയായിരുന്നു. മണിമലയാറിലാണ് ഈ 3 പേരും കുളിക്കാൻ ഇറങ്ങിയത്. ഇവിടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, അപകട സാധ്യതയുമുണ്ട്. ഒഴുക്കിൽപ്പെട്ട് പോകുകയായിരുന്നെന്നാണ് കൂടെയുള്ള സുഹൃത്തുക്കൾ നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ വളരെ വേഗത്തിൽ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനവുമായി ഇയാളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സും സ്കൂബ ടീമും സ്ഥലത്തെത്തി ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി തഹസിൽദാരും പുറമറ്റം വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും മറ്റ് ആളുകളുമെല്ലാം ഈ ഭാഗത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സ്കൂബ ടീമും പത്തനംതിട്ടയിൽ നിന്നും അവിടേക്ക് ഉടൻ എത്തിച്ചേരും. ഈ തിരച്ചിൽ ഊർജിതമാക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് ഇപ്പോൾ നിലവിൽ അവിടെ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 25 വയസ്സുള്ള ബീഹാർ സ്വദേശിയാണ് ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. ഈ കല്ലുപാറയിൽ ഉള്ള ഇഷ്ടിക കമ്പനിയിലെ തൊഴിലാളിയാണ് ഇവർ. 3 പേര് ഒരുമിച്ച് ഉച്ചതിരിഞ്ഞിട്ട് ഈ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനിടയിലായിരുന്നു ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഈ നരേഷ് അപകടത്തിൽപ്പെടുന്നത്. കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിര ശരി, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.